VHS മുഗ്രാലിൻ്റെ പ്രിൻസിപ്പളാണ് മിസ്റ്റർ ശിവാനന്ദ് സർ. സർ, മുഗ്രാൽ ഓൺലൈനിലേക്ക് സ്വാഗതം. സർ, എന്താണ് സ്കൂളിൻ്റെ കാര്യങ്ങളും നിങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഒരു സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഒരു വിദ്യാലയം 1914 ഈ വിദ്യാലയം ആദ്യമായി ആരംഭിച്ചത്. അന്ന് പ്രൈമറി തലത്തിൽ എലിമെൻ്ററി സ്കൂളായിട്ട് തുടങ്ങിയതാണ്. അത് വളർന്നു വന്ന് ഇപ്പോൾ 1650ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്ഥാപനമായി വളർന്നു. ഹയർ സെക്കൻഡറി VHSCയും 1ാം ക്ലാസ് മുതലുള്ള ഡിവിഷൻസ് ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. നല്ല ഒരു അച്ചടക്കവും കുട്ടികൾക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ഉണ്ടാകാവുന്ന തരത്തിലുള്ള ഒരു കോച്ചിങ് ഞങ്ങൾ അധ്യാപകരും PTA-യുടെയും സഹകരണത്തോടുകൂടി ഞങ്ങൾ ചെയ്തു വരും. സർ, കഴിഞ്ഞ SSLC റിസൾട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഈ കഴിഞ്ഞ വർഷത്തെ SSLC റിസൾട്ട് ഇതുവരെ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള റിസൾട്ടുകളിൽ വെച്ച് ഏറ്റവും മികച്ചതായി. 189 കുട്ടികൾ SSLC പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്തതിൽ 180 കുട്ടികളെയും പാസ്സാക്കാൻ കഴിയും. അത് ആ 9 കുട്ടികൾ തന്നെ പരാജയപ്പെടാൻ കാരണം അവർ കുറച്ച് സ്ലോ ലേണേഴ്സും അതുപോലെ ഒരു മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള 1-2 വിദ്യാർത്ഥികളും. അടുത്ത വർഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 100% വിജയം. അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ വർഷത്തെ മെയ് മാസത്തെ വെക്കേഷൻ തന്നെ തുടങ്ങിയിരുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ദുബൈ മുഗ്രാൽ കമ്മിറ്റി, PC ഗ്രൂപ്പ്, ദേശീയവേദി തുടങ്ങിയ വളരെയധികം സംഘടനകൾ ഞങ്ങളെ വളരെയധികം സഹായിച്ചുകൊണ്ടിരിക്കും. ദുബൈ കമ്മിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തീരാത്തത്ര കടപ്പാട് ഉണ്ട്. ഈ സ്കൂളിൽ ആദ്യമായി കുടിവെള്ളത്തിന് ഒരു സംവിധാനം ഉണ്ടാക്കി തന്ന്, കിണറുണ്ടായിരുന്ന കിണർ കെട്ടി അതിൻ്റെ മതിൽ ആൾമറ കെട്ടി അതിൽ മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിച്ചു, ടാങ്ക് ഫിറ്റ് ചെയ്തു, പൈപ്പ് ലൈൻ ഫിറ്റ് ചെയ്തു. ആദ്യം ഞങ്ങൾക്ക് കുടിവെള്ള സംവിധാനം ഒരുക്കി തന്നത് ദുബൈ മുഗ്രാൽ കമ്മിറ്റി. പിന്നീട് ഞങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ലാബ് പണിത് തന്നു. അവിടെ അതോടൊപ്പം ആ ലാബിൻ്റെ പണി പൂർണ്ണമായും ദുബൈ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തി. ഓരോ വർഷവും SSLC പരീക്ഷയ്ക്ക് വിജയികളാകുന്ന കുട്ടികൾക്കും ഹയർ സെക്കൻഡറിയിൽ ഉന്നത വിജയം നേടുന്ന കുട്ടികൾക്കും ക്യാഷ് അവാർഡ്, പ്രോത്സാഹന സമ്മാനങ്ങൾ, യൂണിഫോം വിതരണം, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുടെ രക്ഷിതാക്കൾ ഈ മുഗ്രാൽ ഓൺലൈൻ വീക്ഷിക്കുന്നവരാണ്. ആ രക്ഷിതാക്കളോട് സാറിന് എന്താണ് പറയാം? എനിക്ക് ഇപ്പോൾ അഭിമാനമാണ്. എൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികളെ എനിക്ക് അഭിമാനമാണ്. എൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികളെ എനിക്ക് അഭിമാനമാണെങ്കിൽ അവരുടെ രക്ഷിതാക്കളോട് അതിനേക്കാൾ ഏറെ അഭിമാനമാണ്. കാരണം സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണ തരിക. ഏതെങ്കിലും ഒരു രക്ഷിതാവിനെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉപ്പയ്ക്ക് വരാൻ, ഫാദറിന് വരാൻ വിഷമാണ് അമ്മയെങ്കിലും ഇവിടെ എത്തും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് രക്ഷിതാക്കൾക്ക് കുട്ടികളോടുള്ള താല്പര്യമാണ്. സർ, പഴയ കാലങ്ങളിലൊക്കെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും അധ്യാപകർക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാവാറുണ്ടായിരുന്നു, സമരങ്ങളും കാര്യങ്ങളും. അത്തരം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇപ്പോൾ നേരിടുന്നുണ്ടോ? ഇപ്പോൾ ഒന്നാമത് 2-3 കാര്യങ്ങളുണ്ട്. ഒറ്റ വാക്കിൽ പറയാം, അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇപ്പം ഇല്ല എന്ന് തന്നെ പറയാം. ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് അല്പം മാറ്റം വന്നു. ഇപ്പോൾ മുമ്പ് വരെ ടീച്ചർ സെൻറ്റേർഡ് എഡ്യൂക്കേഷനായി, ഇപ്പോൾ അത് ചേഞ്ചായി ചൈൽഡ് സെൻറ്റേർഡ്, സ്റ്റുഡൻറ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനായി വന്നപ്പോൾ കുട്ടികളുടെ എല്ലാ മേഖലയിലുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വന്നു. ഗ്രാജുവലി കുട്ടികൾക്ക് ബിഹേവിയർ ചേഞ്ച് കൂടി വന്നു. ആ ബിഹേവിയർ ചേഞ്ച് കൂടിയാണ് നമ്മുടെ ഈ മാറ്റത്തിന് കാരണം. അതോടൊപ്പം കുട്ടികൾക്കുണ്ടായ ബിഹേവിയർ ചേഞ്ച് ഓട്ടോമാറ്റിക്കായിട്ട് രക്ഷിതാക്കൾക്കും അതുവഴി നാട്ടുകാരിലും എത്തിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ തുടർന്ന് ഇതുപോലെ വിദ്യാർത്ഥി ഭാഗത്തുനിന്നും അധ്യാപക ഭാഗത്തുനിന്നും യോജിപ്പുകൾ മുമ്പോട്ട് പോകട്ടെ. വളരെ സന്തോഷം. അതോടൊപ്പം ഒരു കാര്യം കൂടി, എൻ്റെ സ്കൂളിലെ സീനിയർ അസിസ്റ്റൻ്റാണ് മാത്യു മാഷ്. അദ്ദേഹത്തിൻ്റെ എല്ലാവിധത്തിലുള്ള, അദ്ദേഹം നമ്മുടെ സമീപവാസിയാണ്. 24 മണിക്കൂർ സ്കൂളിലെ അധ്യാപകനാണ്.
എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്കൂളിന് വേണ്ടി സഹകരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ സമീപസ്ഥരായ 3-4 അധ്യാപകരും ജീവനക്കാരും കൂടിയുണ്ട്. 100% കോപ്പറേഷൻ. ഇനി ദൂരത്തുനിന്ന് വരുന്ന അധ്യാപകരും ഇതേപോലെ കോപ്പറേറ്റ് ചെയ്യും. ഇതാണ് എൻ്റെ വിജയം. മാഹിമാഷ സേവനം ഒരിക്കലും മറക്കാനാവാത്തതാണ്. അദ്ദേഹം ഉടൻ തന്നെ പ്രിൻസിപ്പലായോ ഹെഡ് മാസ്റ്ററായോ പ്രൊമോഷൻ ലഭിക്കും. അടുത്ത ലിസ്റ്റിൽ 1-2 ഒരു വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇതേ ഒരു പൊസിഷനിൽ വരും. നിശ്ചയമായും അദ്ദേഹം പോകുന്ന സ്കൂള് സ്വർഗ്ഗതുല്യമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്, പ്രതീക്ഷ. ദുബായ് കമ്മ്യൂണിറ്റിയുടെ പേരിലും മൊഗ്രാൽ ഓൺലൈനിൻ്റെ പേരിലും ഓണാശംസകൾ. താങ്ക് യു.